ഇന്ന് ഒച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. കരിമരുന്ന് പ്രയോഗം നടന്നുകൊണ്ടിരിക്കുക. നല്ല പെരുന്നാളാണ്. ഇതിനകത്ത് വല്ല പായൊക്കെ വിരിച്ചിട്ട് സ്റ്റൗ അതിൻ്റെ മേളിൽ കൊണ്ടുപോയി വെച്ച് പൊട്ടിക്കണം. എന്നാൽ പിന്നെ തൂത്തുവാരി എടുത്താൽ മതി. പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയണേ. പുസി തിന്നുമ്പോഴാണ് നിൻ്റെ ഒരു പുസീനെ വിളിക്കുന്നത്. അവർ തിന്നുമല്ലേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇന്ന് തന്നെ അവിടെ കാട്ടിക്കൂട്ടാൻ പോണേന്നല്ലേ. ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന സൂത്രം കണ്ടോ? ഇതെന്നാന്നറിയാവോ എല്ലാവർക്കും? ഇതാണ് നമ്മുടെ പോപ്കോൺ, ചോളവിത്ത്. ചോളവിത്ത്. ചോളത്തിന്റെ വിത്താന്ന് തോന്നല്ലേ കണ്ടിട്ട്, അല്ലേ? ചോളവിത്ത്. പോപ്കോൺ, ചോളപ്പൊരി, കമ്പാപ്പൊരി, ചോളപ്പൊരി. ഇന്നാള് വെച്ചത് എന്തായിരുന്നു നമ്മൾ? അത് സാദാ പൊരി. അത് സാദാ പൊരി. പൊരിയും കൊണ്ട് ചർമുരി ഉണ്ടാക്കിയത്. ഇത് പോപ്കോൺ. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം കേട്ടോ. ഇത് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പം പൊരിയായി വിരിഞ്ഞു വരുമ്പം എന്ത് രസമെന്നറിയാം. ഇത് പൂ പോലെ അങ്ങോട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചട്ടിയിലും കൊള്ളൂല, എവിടെ നിൽക്കത്തില്ല. ഇതങ്ങ് പൊട്ടി വിടർന്ന പൂ പോലെ അങ്ങ് പോകും. ഇപ്പോൾ ഏത് ചട്ടിക്കകത്ത് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം, എവിടെ നിൽക്കുമെന്ന് നോക്കാം. അപ്പം ഒത്തിരി ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ വല്ലം നിറഞ്ഞ് പുറത്തോട്ട് പോകും, അല്ലേ? അതെ അതെ, ഒത്തിരി ഇട്ട ചട്ടി നിറഞ്ഞ് പുറത്തോട്ട് പോകും. പിന്നെ നമ്മൾ മൂടി വെച്ചിട്ടേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തോ പൂക്കുറ്റി തെറിക്കുന്ന പോലെ തെറിച്ച് എല്ലാം കൂടെ ഒരു പോക്കങ്ങ് പോകും. അപ്പൊ നമുക്ക് ഇത് ഇത്രയും ഇന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതും ഉണ്ടാക്കുമ്പോൾ തന്നെ അത് ചട്ടിയിൽ ഒരുപാടാകും, അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു കൊടുത്താലോ. അപ്പൊ ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. ഇത് കവറിനകത്ത് മേടിക്കാൻ കിട്ടും, ഇതിന്റെ വിത്ത്. ഇത് നമ്മൾ പെരുന്നാളുകൾ, ഉത്സവത്തിന്, യാത്രക്കെല്ലാം പോകുമ്പോഴെല്ലാം ഇത് കൂട്ട് വിൽക്കുന്നുണ്ടാവും. ചോളപ്പൊരി, കോർണ്, പോപ്കോർണ്. ചോളപ്പൊരി എന്നാ പറയുന്നത് ഇതിന് മലയാളത്തിൽ, ചോളപ്പൊരി കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാ വിടർത്തിപ്പൂ പോലെ ആക്കുന്നതെന്ന് നോക്കാം. എന്നാല് അപ്പം പൊരിയാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാ തിന്നാൻ. നല്ല 4 മണിയിൽ കട്ടൻ ചായയുടെ കൂട്ടത്തിൽ, കട്ടൻ കാപ്പിയുടെ കൂട്ടത്തിലൊക്കെ അടിച്ച് വിടാൻ നല്ല സൂത്രം. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല ഐറ്റമാണ്. എന്നാൽ പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പോയി നോക്കിയാലോ. എന്നാൽ പിന്നെ അന്നേരം കാണിച്ചു കൊടുക്കാം, അല്ലേ? അതെ. അപ്പം നമ്മൾ ഈ ചോളപ്പൊരി ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി വലുത് തന്നെ വെച്ചു. കാരണം അത് പൊട്ടിത്തെറിച്ച് പോയെങ്കിലോ നമുക്ക് തന്നെ മണി കിട്ടും. അപ്പം നമുക്ക് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കാം. എണ്ണയിലും ഉണ്ടാക്കാം. എണ്ണയിലും ഉണ്ടാക്കാം. നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഇട്ടത്. ഇത് മതിയാവൂല്ലേ? മതി. നെയ്ക്കകത്തോട്ട് ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. അതുണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മതി. പിന്നെ മുളക് പൊടി. ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് ഒരു മസാലകളൊക്കെ വേറെ വേറെ യൂസ് ചെയ്യും. പോരെ? അത് ഇച്ചിരി മതി. നമ്മൾ മുളക് പൊടി എടുത്താൽ മതി. ഇനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി അതിനൊന്ന് നന്നായിട്ട് ഇളക്കണം മമ്മി. ഇതിനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നു. എല്ലാം നടുക്ക് വന്ന് കിടന്ന് ഇവർ പൊട്ടട്ടെ. ഇനി നമ്മളിത് മൂടി വെക്കണം. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ പൂക്കുറ്റി വിടുന്ന പോലെ, വാണം വിടുന്ന പോലെ എല്ലാവരും അങ്ങ് പൊട്ടിയൊക്കെ പോകും. അപ്പോൾ ഇത് മെല്ലെ ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അടച്ചു കൊടുക്കാൻ തുടങ്ങണം. അത് തന്നെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും, എല്ലാം പുറത്തു പോകും. ഒരെണ്ണം പൊട്ടി. അപ്പോൾ ഓരോരുത്തരായിട്ട് മെല്ലെ പൊട്ടാൻ തുടങ്ങി. അടച്ചു കൊടുക്കാം. പടക്കം പൊട്ടുന്ന ശബ്ദം നല്ല കരിമരുന്ന് പ്രയോഗമാണ്. കണ്ട കരിമരുന്ന് പ്രയോഗം. ഇന്ന് ഒച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഒച്ച ആടി എന്നാ പടക്കം പൊട്ടില്ല. ചില്ലിന്റെ മൂല്യമാണ് നമുക്ക് കാണാമായിരുന്നു മേടയിൽ നിന്ന്. ഇനിയുണ്ട്, പൊട്ടിക്കഴിഞ്ഞിട്ടില്ല. പൊട്ടട്ടെ, നല്ല ഇരുന്നെല്ലാം പൊട്ടട്ടെ. പൊട്ടിക്കൊണ്ടിരിക്കുക അല്ലേ മമ്മി? ഇതുവരെ നിന്നില്ല. പടക്കം പൊട്ടി തീർന്നില്ല, പെരുന്നാൾ കഴിഞ്ഞില്ല. കരിമരുന്ന് പ്രയോഗം നടന്നുകൊണ്ടിരിക്കുക. നല്ല പെരുന്നാളാണ്. ഇതിനകത്ത് പൊക്കി നോക്കാന്ന് വെച്ചാൽ ഇവിടെ നിൽക്കണ്ടേ. വല്ല പായൊക്കെ വിരിച്ചിട്ട് സ്റ്റൗ അതിൻ്റെ മേളിൽ കൊണ്ടുപോയി വെച്ച് പൊട്ടിക്കണം. എന്നാൽ പിന്നെ തൂത്തുവാരി എടുത്താൽ മതി. പിന്നെ അയ്യോ
അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കും മമ്മി, എവിടെയും പൊട്ടാത്തതൊക്കെ ഇടയ്ക്കുണ്ടെങ്കിൽ. ഈ മുടി ഒന്ന് മാറ്റിക്കോട്ടെ. അയ്യോ അയ്യോ. അപ്പോഴേ ദേ നമ്മുടെ ചോളാപ്പൊരി നോക്കിയേ, ചോളാപ്പൊരി കൊണ്ടുപോയി പൂ പോലെ വിടർന്ന് നോക്കിയേ. ഇത്രയും വിത്തിട്ടിട്ട് എന്തോരം കിട്ടിയെന്ന് നോക്കിയേ, എന്ത് രസമാന്ന് നോക്കിയേ. കിടക്കുന്ന കണ്ടോ ദേ, എന്ത് രസം. തിന്നാനാ ആണോ? പൂച്ചക്ക് വേണോ? ആണോ? പൂച്ചയ്ക്ക് വേണമെന്ന് ഒരെണ്ണം കൊടുത്തേ, അവിടെ താഴെ വെച്ച് കൊടുക്ക്. പുസി ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, നല്ലതാണോ എന്നാ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയണേ. മിന്നിക്ക് വേണോ? മിന്നി എന്നാ അമ്മയും മോളും തിന്നോട്ടോ. ആ മോക്ക് ഇഷ്ടമാണ്, മിന്നിക്ക് ഇഷ്ടമാണ്. പുസി തിന്നോടി, നമ്മുടെ ചോളാപ്പൊരി തിന്നു. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാന്നാ പറഞ്ഞേ. അപ്പൊ അവരവിടെ ഇന്ന് കഴിക്കട്ടെ. അപ്പൊ ഉണ്ടോ എല്ലാരും അങ്ങനെ അതിൻ്റെ നമ്മുടെ ചോളാപ്പൊരിയുടെ വിത്ത് മേടിച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിള്ളേരൊക്കെയുള്ള വീടുകളിൽ നല്ല ഐറ്റമാണേ പിള്ളേർക്ക് കൊടുക്കാനേ. 4 മണിക്കൊക്കെ കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ പിള്ളേർക്ക് നല്ലതായത്, ചായക്കൊക്കെ കൂട്ടത്തിൽ കൂട്ടാനൊക്കെ. അവരുടെ തീർന്നു മമ്മി, 2 കൂടെ കൊടുത്തു. നെയ്യുടെ മണമൊക്കെ ഉള്ളത് കാരണമേ. ആദ്യം ഒന്ന് മണത്തൊക്കെ നോക്കി തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോളാപ്പൊരി ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റമായിട്ട് ഞങ്ങൾ ഇനിയും വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബൈ. പുസി തിന്നുമ്പോൾ അതിൻ്റെ ഒരു പുസീനെ വിളിക്കുന്നത്, അവർ തിന്നുമല്ലേ, അവർ തിന്നട്ടെ. കുഞ്ഞൂസ അപ്പൊ എന്നെ എടുക്കുമായിരുന്നു, പോപ്കോൺ തിന്നുവാ? എങ്ങനെയുണ്ട്? അടിപൊളി. നീ വഴക്കുണ്ടാക്കുന്നല്ലേ ഇത് കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടിട്ട്? ഇപ്പൊ വീട്ടിലുണ്ടാക്കിയപ്പോ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നല്ല രുചിയല്ലേ? എങ്ങനെയുണ്ട്? കടയിൽ നിന്ന് മേടിച്ചാ ഇത്രയും കിട്ടും കവറിനകത്ത് അല്ലേ? 4-3 7 കിട്ടും കവറിനകത്ത്. ഏതാ കടയിലാണോ മമ്മി ഉണ്ടാക്കിയതാണോ നല്ലത്? മമ്മി ഉണ്ടാക്കിയതാ. അപ്പം കുഞ്ഞൂസിനി പാല് കുടിച്ച് പോപ്കോർണൊക്കെ തിന്നും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പോപ്കോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കും. ഞാൻ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.